വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, എന്നാൽ ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമോജികളൊക്കെ അയച്ചു കൊടുക്കാറുണ്ടല്ലേ നിങ്ങളെ ഫ്രണ്ട്സിന്? പലരും പല ഇമോജിയൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചില ഇമോജികൾ വാട്സപ്പിൽ നമുക്ക് ചലിച്ചോണ്ടിരിക്കില്ല. പക്ഷെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഏത് ഇമോജി ആയിക്കോട്ടെ, അത് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചലിച്ചോണ്ടിരിക്കും. ഈ ചലിച്ചോണ്ട് ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? അത് ഇങ്ങനെ ഇപ്പോൾ ഇമോഷൻസിൻ്റെ ഇതാണെങ്കിൽ കണ്ണുനീരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ എപ്പോഴും നിങ്ങൾ സെൻഡ് ചെയ്താൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മളെ സാധാരണ സ്റ്റിക്കർ പോലെയല്ല. നമ്മളൊരാൾക്ക് അയച്ചു കൊടുത്താലും നമ്മൾ അയച്ചു കൊടുത്ത ഇമോജി അത് ഇങ്ങനെ ആനിമേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇപ്പോൾ ഏതാണോ അയച്ചത് അത് ആനിമേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അത് അവർ അയച്ചു കൊടുക്കുന്ന വ്യക്തിയേക്കും അങ്ങനെ തന്നെയാണ് കാണിച്ച് അത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വാട്സപ്പിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. എന്നാൽ ഇതിനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് പലവർക്കും ഉപകാരപ്പെടും. കാരണം വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഇതില്ല, പിന്നെ ഒരു കീബോർഡിൽ ഇങ്ങനെയില്ല, ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ ഇതിൽ വഴിയില്ല. അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷനാണ്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ തീറ്റി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്ക് ഓൺ ചെയ്തതിന് ശേഷം ആകാംക്ഷകൾക്കെങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ചലിക്കുന്ന ഇമോജിസ് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇതിൽ പ്രത്യേകിച്ച് പെർമിഷനൊന്നും കൊടുക്കാനില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും പറഞ്ഞത്. ഇവിടെ ഏത് ഇത് വേണോ നമുക്ക് എടുക്കാം. വാട്സപ്പിൽ ഇല്ലാത്ത സ്റ്റിക്കറും ഇതിലുണ്ട്. നമ്മളെ ഇമോഷൻ അനുസരിച്ച് ആർക്ക് വേണോ അയച്ചു കൊടുക്കാം. ആദ്യം ഞാൻ എങ്ങനെയാണ് വാട്സപ്പിൽ ഇടുന്നതെന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്തും കാണിച്ചു തരാം. ഇവിടെ പല കാറ്റഗറിയിലും ഉണ്ട്. ഞാനിപ്പോൾ ഇത് തന്നെ എടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ പരസ്യങ്ങൾ വരും. ഇതേപോലെ ചെറിയ ചെറിയ പരസ്യങ്ങളെ വരുള്ളൂ. അപ്പോൾ ഈ കാറ്റഗറിയിൽ നമുക്കിപ്പോൾ 6 സ്റ്റിക്കറുകളാണുള്ളത്. 6ൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എല്ലാം ഫ്രീ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഞാനിത് സെലക്ട് ചെയ്യാം. ശേഷം ആഡ് ടു വാട്സപ്പ് ക്ലിക്ക് ചെയ്യാം. ആഡ് ടു വാട്സപ്പ്. അപ്പോൾ വാട്സപ്പിൽ ആഡാവട്ടെ എന്നൊരു പെർമിഷൻ ആയിരിക്കും. ആഡ് കൊടുക്കുക. ശേഷം ഇത് നമ്മളെ വാട്സപ്പിൽ എവിടെ കിടക്കുമെന്ന് കാണിച്ചു തരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഒരു സ്റ്റിക്കർ ഇത് ഞാൻ ചെക്ക് ചെയ്തതാണ്, ഈ ആപ്ലിക്കേഷൻ ശരി തന്നെയാണോ എന്ന്. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഇത് എവിടെ കിടക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഏത് കീബോർഡായാലും നമുക്ക് ഇവിടെ വാട്സപ്പിൻ്റെ ഇവിടെ ഒരു ഇമോജി ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇമോജിയിലല്ലേ ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം ഇവിടെ സ്റ്റിക്കേഴ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി സ്റ്റിക്കറുകൾ കാണാൻ സാധിക്കും. നമ്മളെ ഇവിടെ കൊണ്ടുവന്നതും കാണാൻ സാധിക്കും. ഞാൻ ഏതാണ് എടുത്തതെന്ന് കാണിച്ചില്ല. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. ഞാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വന്നാൽ നോക്കാം. അതിവിടെ എവിടെയെങ്കിലും കാണാൻ കിട്ടും. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്ത സ്റ്റിക്കർ ഇവിടെ കിടക്കുന്നുണ്ട്.
ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്ക് വേണോ അയച്ചു കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ഞാൻ നേരത്തെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് എടുത്തതാണ്, ഓരോ സ്റ്റിക്കറുകളും. ഇതേപോലെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം ഇങ്ങനെ. ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം അത് വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ട മാർഗമാണ് പറയുന്നത്. ശേഷം ഇവിടെ പെർമിഷൻ്റെ താഴെ ഒരിതുണ്ടാവും, ആപ്പ് പെർമിഷൻ്റെ താഴെ ഒരിതുണ്ടാവും. അത് എനിക്ക് വായിക്കാറിനോടാത്തോണ്ടല്ല ഞാൻ പറഞ്ഞത്. ചില ഫോണിൽ അത് വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് എത്രാമത്തെ ഓപ്ഷനാണ്. ശേഷം ലെയർ ഡാറ്റയും ഇതൊക്കെ കൊടുത്തതിന് ശേഷം അതൊന്നേന്ന് ഓപ്പൺ ആവും. നമ്മൾ കൊടുത്ത ഒന്നും അത് വരത്തില്ല. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ചില സ്റ്റിക്കർ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ വാട്സപ്പിലുള്ളതാണ്. ഉള്ള സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാൻ പറ്റില്ല, ഇല്ലാത്തതേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാല. ചാടിക്കയറി പോയിട്ട് അവസാനം തലയിൽ കയറാൻ വരരുത്. ഞാൻ ഇത് സെലക്ട് ചെയ്യാനുണ്ടായിട്ട് ആഡ് ടു വാട്സപ്പ് ആഡ്. അപ്പോൾ അത് ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒന്നേന്ന് പോയി നോക്കാം. ഞാൻ ഒന്നേന്ന് അതെടുക്കുകയാണ്. എടുത്തതിന് ശേഷം ഇവിടെ ഞാനിട്ട ഒരുപാട് സ്റ്റിക്കർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഞാനേതായിട്ട് ഞാൻ തന്നെ മറന്നുപോയി. അതും ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇവിടെ സ്റ്റിക്കറിൻ്റെ ഇതിലല്ല വന്ന് കിടക്കുന്നത്, അത് മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഇവിടെ ഇമോജിയുടെ അടുത്തല്ല, ഇവിടെ സ്റ്റിക്കറിൻ്റെ ഇതിലാണ് വന്ന് കിടക്കുന്നത്. ഓക്കെ, കണ്ടോ, ചലിക്കും. ഇതൊക്കെ ചലിക്കുന്ന ഇമോജികളാണ്. അവർക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ചലിക്കുന്നതായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇത് ഞാൻ ഇട്ട ഇമോജികളാണ്, എല്ലാം ചലിക്കുന്ന ഇമോജികളാണ്. നമുക്ക് വീണ്ടും ഈ ആപ്ലിക്കേഷൻ വഴി ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ വേണമെങ്കിൽ, അത് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വിട്ടുകൊടുത്താൽ മതി. കണ്ട, ഇതുപോലെ. ഇനി വേണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.